അബ്ദുൾ റഹീം നിമിഷങ്ങൾക്കകം വീട്ടിലേക്ക് എത്തും. എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അവിടെ അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. ഒപ്പം രാഹുൽ KV അബ്ദുൾ റഹീമിനൊപ്പം വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം അഞ്ജനയിലേക്ക്. അഞ്ജന, കാത്തിരുന്ന് കണ്ണ് കഴിച്ചു എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ? അതെ മോത്തി, ഒരേപോലെ എല്ലാവരും റോട്ടിലേക്കാണ് നോക്കിയിരിക്കുന്നത്. എപ്പോഴാ എത്തുക, വാഹനം പ്രവേശിക്കുന്നത് ആണ് എല്ലാവർക്കും കാണേണ്ടത്. നേരത്തെ 10 മിനിറ്റ് നമ്മൾ പറഞ്ഞു, 10 മിനിറ്റ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞു. പക്ഷേ വാഹനം ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഏതായാലും അത് പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ അബ്ദുൾ റഹീമിനെ കാണണം എന്നുള്ളതാണല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എപ്പോഴായിരിക്കും വാഹനം എത്തുക, അബ്ദുൾ റഹീം എപ്പോൾ ഇവിടെ വീട്ടിലേക്ക് എത്തും, ഉമ്മയെ കാണും, ആ സന്തോഷം പങ്കിടും. അങ്ങനെ സ്വീകരിക്കാനായി ഒരു നാട് മൊത്തം ഇവിടെ അബ്ദുൾ റഹീമിന്റെ വീടിന്റെ മുൻവശത്ത് തന്നെയുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. റഹീമിന് എങ്ങനെയാ പരിചയം? ഒരുമിച്ച് പഠിച്ചതൊക്കെയാണോ? എന്റെ കൂട്ടുകാരനാണ്. അതെ. പേരെന്താ? ജംഷീർ. ഒരുമിച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ട്? ഒരുമിച്ച് പഠിച്ചതല്ല, നാട്ടിലെ കൂട്ടുകാരനാണ്. അതെ. പോകുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു റഹീമിന്റെ ഇവിടുത്തെ? സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി യാത്ര അയച്ചതാണ്. അന്ന് വലിയൊരു പാർട്ടിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. സാധാരണ പണ്ട് കാലത്തൊക്കെ ഈ ഗൾഫിൽ പോകുന്നതിന് മുന്നായിട്ട് ഒരു പാർട്ടിയൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ വലിയ പാർട്ടിയൊക്കെ കൊടുത്തിട്ടായിരുന്നു റഹീം പോയിണ്ടായിരുന്നത്. നാട്ടിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു യുവാവായിരുന്നു ആ കാലഘട്ടത്തിൽ റഹീം. എല്ലാ രീതിയിലും എല്ലാവരുമായിട്ട് നല്ല ഇടപെടൽ നടത്തിയിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് അല്പം വിഷമമൊക്കെ ഉണ്ടായിരുന്നുണ്ടാവുമല്ലോ പോകുമ്പോ? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഗൾഫ് പങ്കുവച്ചിരുന്നു? തീർച്ചയായിട്ടും. അതെ അതെ അതെ. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല. പെരുന്നാൾ ദിനത്തിലാവുമ്പോൾ അത് വലിയൊരു സന്തോഷം. അതെ, ഇപ്പോ എല്ലാവരും നാടൊട്ടാകെ വലിയൊരു സന്തോഷത്തിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. വളരെ ഒരുപാട് ആളുകളാണ് 20 വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിന്നും യാത്രയാക്കിയത്. അബ്ദുൾ റഹീമിനെ ജോലിക്കായി സൗദി അറേബ്യയിലേക്ക് പോയതാണ്. പക്ഷേ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഒരു നിർഭാഗ്യകരമായ സംഭവം ഉണ്ടാവുകയായിരുന്നു. അതേ തുടർന്നാണ് ജയിൽ ആയി പോയത് അബ്ദുൾ റഹീം. അവിടെ നിന്ന് വലിയ പോരാട്ടത്തിനൊടുവിൽ, നിയമ പോരാട്ടത്തിനൊടുവിൽ, പരിശ്രമങ്ങൾക്കൊടുവിൽ, ഉദ്യോഗസ്ഥരുടെ, നിയമസഹായ സമിതിയുടെ, പൊതുപ്രവർത്തകരുടെ, മലയാളി കൂട്ടായ്മയുടെ എല്ലാം ശ്രമത്തിലാണ് അബ്ദുൾ റഹീം ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതിലേറെ എടുത്തു പറയേണ്ടത് നാട്ടുകാരുടെയൊക്കെ ധനസഹായം ഉണ്ടായി. ദയാധനം നൽകാനായി കോടികളാണ് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പിരിഞ്ഞു കിട്ടിയത്. അതൊക്കെ എടുത്തു പറയേണ്ടതാണ് ഈ സന്ദർഭത്തിൽ. അബ്ദുൾ റഹീം അല്പസമയം മുൻപാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങി വീട്ടിലേക്ക് ഇപ്പോൾ പോകുന്ന വഴിയിലാണ് എംബസി ഉദ്യോഗസ്ഥനെ എൻ്റെ വീട്ടിൽ ഇറങ്ങി ആലിംഗനം ചെയ്ത് മടങ്ങിയത്. ഒരുപാട് പരിശ്രമങ്ങൾ ഈ എംബസി ഉദ്യോഗസ്ഥൻ ഇതിനായി നടത്തിയിരുന്നു, മോചനത്തിനായി.